പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ പാലക്കാട് ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. പക്ഷേ പാലക്കാട് ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് കരുതി ഇന്ത്യയിൽ മൊത്തം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല. മൊത്തമെടുത്ത് പരിശോധിക്കുമ്പോൾ ബി.ജെ.പിക്ക് ഒരു വലിയ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ കാണാൻ കഴിയുന്നത്. ഒപ്പം കേരളത്തിലെ ചില ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ വോട്ട് ഷെയർ ഒക്കെ നോക്കിയാൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ പാലക്കാടിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് ഒരു വലിയ എന്തോ പരാജയമുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പണ്ട് ആനയെ കാണാനായിട്ട് കണ്ണ് പൊട്ടന്മാരോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആൾക്കാർ പോയി കഴിഞ്ഞിട്ട് ആനയുടെ വാലുമ പിടിച്ചിട്ട് പറഞ്ഞു ആന പാമ്പിനെ പോലെ ഇരിക്കണേന്ന് പറഞ്ഞു. അതേപോലെയാണ് ഇപ്പോൾ പാലക്കാടിൻ്റെ മാത്രം കാര്യം എടുത്തിട്ട് ബി.ജെ.പിക്ക് ക്ഷീണം പറ്റിയെന്ന് പറയുന്നത്. പാലക്കാടൊക്കെ ദി പെർഫോമൻസ് വാസ് പുവർ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ അതിഗംഭീരമായ വിജയമാണ് ബി.ജെ.പി നേടിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തോടടുത്ത് ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന ഇലക്ഷൻ്റെ കേസ് എടുത്താൽ അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ കേരളത്തിൽ തന്നെ ചേലക്കരയിൽ 10,000-ഓളം വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പാലക്കാടിൻ്റെ ആ തള്ളിച്ചയിൽ നമ്മൾ ബാക്കി പലതും കാണാതെ പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ കേസ് അങ്ങനെ നിൽക്കട്ടെ. എത്രയായാലും കേരളത്തിൽ ബി.ജെ.പി ഇതുവരെ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ലല്ലോ. കേരള ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി ഡിഫറൻസ് ടു ബി.ജെ.പി. കാരണം ഇപ്പോൾ 3 ടേംസ് അടുപ്പിച്ച് വിത്തൗട്ട് എനി ബ്രേക്ക് ഇന്ത്യ ഭരിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടല്ലല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ സഹായം ഇല്ലെങ്കിലും ബി.ജെ.പിക്ക് നിലനിൽക്കാൻ അതൊരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ കേരളത്തിലെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതോടുകൂടി ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ നടന്നിരിക്കുന്ന ഇലക്ഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബി.ജെ.പി നേടിയിരിക്കുന്നത് അത്യുജ്വലമായ വിജയമാണ്. തീർച്ചയായും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയാണ്. പക്ഷേ ഈ മഹാരാഷ്ട്രയിൽ ഈ ഭൂരിഭാഗം സീറ്റും നേടി എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പിന്നെ ശിവസേനയും ഈ NCPയും ഒക്കെ നിന്നിട്ടും കോൺഗ്രസും ഈ എല്ലാ മഹാവികാസ് അഘാടി എന്ന പേരിൽ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നിട്ട് കൂടെ അവരെ എല്ലാം ജയിക്കുന്ന രീതിയിലേക്ക് അവരെല്ലാം തറപറ്റിക്കുന്ന രീതിയിലേക്ക് ബി.ജെ.പി മാറി. അതെ, മഹാവികാസ് അഘാടി എന്ന് പറയുന്നത് പഞ്ചറായിപ്പോയി, ടയർ പഞ്ചറായി പോണ പോലെ പഞ്ചറായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രതിപക്ഷ നേതാവ് ആകാൻ പോലും ആളില്ലാതെ ആയിപ്പോയി. കാരണം മിനിമം നമ്പർ ഓഫ് സീറ്റ്സ് റിക്വയർഡ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ദയനീയമായ പരാജയമായിപ്പോയി. 5 സീറ്റിൽ 4 സീറ്റ് എന്നുള്ള തോതിൽ ആ പ്രൊപ്പോർഷനിലാണ് ഇപ്പോൾ ഇവരുടെ മഹായുത്തി വിജയിച്ചിരിക്കുന്നത്. ബി.ജെ.പി ഫ്രണ്ട് അല്ലെങ്കിൽ NDA വിജയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആകെ 288 സീറ്റാണ് ഉള്ളത് മഹാരാഷ്ട്രയിൽ. ആ 288 സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ 140 കമ്പയർ ചെയ്യുമ്പോൾ ഇരട്ടിയിലധികം സീറ്റ് ഉള്ളൊരു സ്റ്റേറ്റാണ് അത്. അവിടെ തന്നെ ഈ 288-ൽ 133 ഈ മുന്നണിയുടെ അല്ല ബി.ജെ.പിയുടെ മാത്രം സീറ്റ് 133 ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ 236 സീറ്റോ മറ്റോ ആണ് അവിടെ ഈ മഹായുത്തി അല്ലെങ്കിൽ NDAക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിഗംഭീരമായ വിജയമാണ് അവിടെ നേടിയിരിക്കുന്നത്. അതും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ പച്ചതൊടാതെ പോയി ബി.ജെ.പി ഏറ്റവും ക്ഷീണം പറ്റിയൊരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. പ്രതീക്ഷയ്ക്ക് ഒത്തുയരാതിരുന്ന സ്റ്റേറ്റാണ്. പക്ഷെ അവിടെ തന്നെ ഇത്രയും ഗംഭീരമായ ഒരു തിരിച്ചറിവ് ആരും പ്രതീക്ഷിക്കാത്തതാണ്. 288-ൽ നിയർലി 236 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ ബി.ജെ.പി മാത്രം 133 സീറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ മഹാവികാസ് അഘാഡിയുടെ പരാജയത്തിൻ്റെ തോത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് ആകാനുള്ള യോഗ്യത അവർക്കില്ല. അവരുടെ പാർട്ടിയിൽ ആർക്കും ആ മിനിമം റിക്വയർഡ് സീറ്റ്സ് കിട്ടിയിട്ടില്ല എന്നുള്ള അവസ്ഥ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ മഹാരാഷ്ട്രയിലെ കേസ് അതാണ്. പിന്നെ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ കേരളം പോലെയൊന്നുമല്ല. ഇന്ത്യയുടെ മൊത്തം രാഷ്ട്രീയം കണക്കിലെടുത്ത് കഴിയുമ്പോൾ ഒന്നാമത്തെ കേരളത്തിൻ്റെ നേരെ ഇരട്ടി സീറ്റുകൾ ഉള്ള അതിൽ കൂടുതലുള്ള സംസ്ഥാനമാണത്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ്. ബിസിനസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബോംബെ ആണ്. അപ്പോൾ ആ ഇതുള്ള നമ്മൾ ഇവിടെ എറണാകുളം വികസിക്കുന്നു, കൊച്ചി വികസിക്കുന്നു, അല്ലെങ്കിൽ ട്രിവാൻഡ്രം വികസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ വികാസം എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ് നത്തിങ് കമ്പയർഡ് വിത്ത് ദി വേ ഇൻ വിച്ച് ബോംബെ ഈസ് എക്സ്പാൻഡിങ് ആൻഡ് ഡെവലപ്പിംഗ്. അത് നമ്മളൊക്കെ പണ്ട് കാലത്ത് ദുബായിലോ അല്ലെങ്കിൽ കുവൈറ്റിലൊക്കെ പോയിരുന്നത് 10 പൈസ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ബോംബെ നിന്നാരും അങ്ങനെ അധികം താല്പര്യപൂർവ്വം പോകാറില്ല. അവർ ബോംബെ തന്നെ നിന്ന് ടാറ്റയും അംബാനിയും അദാനിയൊക്കെ ആയിട്ട് പേരെടുക്കുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ സാമ്പത്തിക നിലവാരം അതാണ്. പിന്നെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ കുവൈറ്റിലൊക്കെ പോകുന്നതിനെ പറ്റി വളരെ അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു. സദ്ദാം ഹുസൈൻ കുവൈറ്റിൽ കയറി പിന്നെ കുവൈറ്റ് മോചിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് അപകടമൊക്കെ പറ്റിയവർക്ക്. അപ്പോൾ കേരളത്തിലെല്ലാവരും പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ മുഴുവനും കേരളത്തിലേക്ക് വരുമെന്നാണ് വിചാരിച്ചിരുന്നത്.
പക്ഷേ കേരളത്തിൽ വന്നതിൽ കൂടുതൽ നഷ്ടപരിഹാരം വന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. അതെ അതെ കാരണം അവിടെ നമ്പർ ഓഫ് പീപ്പിൾ അങ്ങോട്ട് പോയിരിക്കുന്ന ചുരുക്കമാണ്. പക്ഷേ അവരെല്ലാവരും അവിടെ പോയിട്ട് ദേ ആർ ഓൺട്രപ്രനേഴ്സ്. എന്തെങ്കിലും ബിസിനസ്സോ സ്ഥാപനമോ ഒക്കെ തുടങ്ങി അവർക്ക് വൻ തുകയാണ് കിട്ടുന്നത്. നമ്മുടെ ആൾക്കാർ ഈ സാധാരണ ജോലി മാത്രമാണ് ചെയ്യുന്നത്, മറ്റവർ ബിസിനസ് ചെയ്യുന്നു, അവർ വൻ തുക. അപ്പോൾ അവിടെയും അവർ ആ കാര്യത്തിൽ മുന്നേറ്റം നടത്താണ്. അപ്പോൾ എന്തായാലും മഹാരാഷ്ട്രയിലെ വിജയം BJPക്ക് വലിയ ഒരു ബൂസ്റ്റർ ഡോസ് പോലെയാണ്. പിന്നെ നമ്മൾ ബീഹാറിൻ്റെ കേസ് എടുക്കാം. ബീഹാറിൽ 4 സീറ്റിലേക്ക് ബൈ ഇലക്ഷൻ നടന്നു. ആ 4-ൽ 4 സീറ്റും കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. പിന്നെ വേറൊരു സ്റ്റേറ്റാണ് UP. UPയിൽ 9 സീറ്റ്സിലേക്കാണ് ബൈ ഇലക്ഷൻ നടന്നത്. അതിൽ 7 നേടിയിരിക്കുന്നത് BJPയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, UP ബീഹാർ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കഴിഞ്ഞാൽ കാര്യം ഇപ്പോൾ UPയും ബീഹാറൊക്കെ സ്പ്ലിറ്റായി ഓരോ, ഇപ്പോൾ ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് ഉണ്ടായി, അങ്ങനെയൊക്കെ പോയി. പക്ഷേ അതിന് മുമ്പ് UPയും ബീഹാറും എന്ന് പറയുന്ന ഈ 2 സ്റ്റേറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും മൊത്തമുള്ള സീറ്റിൽ കൂടുതലുണ്ടായിരുന്നു ഈ UPയും ബീഹാറും. ഇപ്പം പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് സ്പ്ലിറ്റായി പോകുമ്പോൾ തിങ്സ് മേ ചേഞ്ച്. അപ്പോൾ ആ UPയും ആ ബീഹാറുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ബൈ ഇലക്ഷനിൽ. പിന്നെ മഹാരാഷ്ട്ര ആണെങ്കിൽ മൊത്തമായിട്ട് 5-ൽ 4 സീറ്റ് എന്നുള്ള പ്രൊപ്പോർഷനിൽ പിടിച്ചിട്ടുണ്ട്. ഈ UP ബീഹാർ മഹാരാഷ്ട്ര കൂടി കഴിഞ്ഞാലുണ്ടല്ലോ ഇന്ത്യയുടെ ഒരു നല്ല ഭാഗമായി. കാര്യം നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ കാണരുത്, അവിടെയുള്ള സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാലത്തെ അവസ്ഥ അതാണ്. അപ്പോൾ ബീഹാറിൽ അങ്ങനെ 4-ൽ 4, ആസാമിൽ നടന്നിരുന്നു ബൈ ഇലക്ഷൻ, അവിടെ 4 സീറ്റ് ഉണ്ടായിരുന്നു, 4ഉം BJPക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും കിട്ടിയിരിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ബീഹാറിൽ 4 ഉള്ളതിൽ 4, ആസാമിൽ 4 ഉള്ളതിൽ 4, UPയിൽ 9 സീറ്റ്സിലേക്ക് നടന്നതിൽ 7, പിന്നെ രാജസ്ഥാനിൽ നടന്നായിരുന്നു. രാജസ്ഥാനിൽ 7 സീറ്റിലേക്ക് ഇലക്ഷൻ നടന്നിരുന്നു, അതിൽ 5 നേടിയിരിക്കുന്നത് BJP. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ ബൈ ഇലക്ഷൻ ഓരോ സ്റ്റേറ്റുകളിൽ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ജനറൽ ഇലക്ഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ BJPയുടെ അതിഗംഭീരമായ പെർഫോമൻസാണ്. പിന്നെ കേരള ഹാസ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്. BJPക്ക് വലിയ സപ്പോർട്ടൊന്നും അവിടെ നിന്ന് കിട്ടാറില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അത്ര അൺഡ്യൂ പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു സ്റ്റേറ്റാണ് ബംഗാളിൽ ഇലക്ഷൻ നടന്നു. പക്ഷേ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവിടുത്തെ വോട്ടിംഗ് പാറ്റേണൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇതിപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, കൊച്ചിയെ പറ്റിയും പറയും ഗ്രേറ്റർ കൊച്ചിൻ എന്നും പറഞ്ഞു പറയുമല്ലോ. അതുപോലെ ബംഗാൾ ഈസ് നോ പ്രാക്ടിക്കലി ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഡെവലപ്പ് ചെയ്ത് വരുന്ന പോലെയാണ്. ഈ ബംഗ്ലാദേശികൾ മുഴുവനും അവിടെ ഇടിച്ചു കയറുന്നു, അവർ മുഴുവനും മമതയ്ക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഈ ഇന്ത്യയുടെ ഒരു സിംറ്റമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല ബംഗാളിൽ നടക്കുന്ന കാര്യം. അതും ഒരു സ്പെഷ്യൽ കേസായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷെ ബാക്കി ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ നടന്നിരിക്കുന്ന എല്ലാ ഇലക്ഷനിലും BJP അതിഗംഭീരമായ വിജയമാണ് നേടിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണെങ്കിൽ പറയാനുമില്ല. അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ വളരെ ദയനീയമായ നിലയിലേക്ക് പോയതാണ്. അവിടെ നിന്നാണ് ഈ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിക്കും വളരെ പേഴ്സണലായിട്ട് തന്നെ ശക്തി പകരുന്ന ഒരു റിസൾട്ടാണ് ഈ ഇലക്ഷനിൽ വന്നിരിക്കുന്നത്. 100%. പാലക്കാട് പോട്ടെ, പാലക്കാടൊക്കെ അതൊരു ഐസൊലേറ്റഡ് കേസ് എന്നുള്ള രീതിയിൽ കണ്ടാണ്. അല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ ബംഗാളിൻ്റെ കാര്യം മാഷ് സൂചിപ്പിച്ചല്ലോ. ഈ ബംഗാളിൽ ഇപ്പം മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബംഗ്ലാദേശി ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ, അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഡോക്ടർ ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ വന്ന് വലിയ സമരമൊക്കെ വന്നിട്ടും അവിടെ ഈ മമത പിടിച്ചു നിൽക്കുന്നത് ഈ മൈഗ്രേറ്റഡ് ആളുകളുടെ സപ്പോർട്ടോടുകൂടി. അതിൻ്റെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, വലിയ സ്വാധീനമുണ്ട്. പിന്നെ അവിടെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വോട്ട് ചെയ്യാൻ അവർക്ക് ഇപ്പോൾ അതിനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് അത് ആ ഹോസ്പിറ്റലിൽ നടന്ന കേസൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ കുറേ പേര് മമതയ്ക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ, മാറ്റി ചെയ്യില്ല. അത് പിന്നെ മാത്രമല്ല, അതുകൊണ്ടാണല്ലോ ബംഗ്ലാദേശിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും മമത അതിനെ പറ്റി, ആ ഇഷ്യൂയെ പറ്റി സംസാരിക്കാറില്ലല്ലോ. ഇസ്ലാമികമായിട്ടുള്ളൊരു ഒരു 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 പ്രീണനം അവിടെ വല്ലാതെ നടക്കുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ 5000 കോടിയോ മറ്റുമാണ് മദ്രസകൾക്ക് അനുവദിച്ചിരുന്നത് കഴിഞ്ഞ അവരുടെ ബംഗാൾ ബജറ്റിൽ. അതിൽ ബാക്കി ഒരു കാര്യത്തിനും അതിൻ്റെ ഒരു ഫ്രാക്ഷൻ പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് പ്രീണനം എന്നുള്ളതിൽ വേറെ ഒന്നും പറയാനില്ല. പ്രീണനം വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നടക്കുന്നത്. ആ പ്രീണനവും അതനുസരിച്ച് തന്നെ വോട്ടിങ്ങും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അവിടെ കാറ് ഹോസ്പിറ്റലിൽ അത് നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ ബി ജെ പിക്കും ഇന്ത്യ മൊത്തം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്യുജ്വല വിജയമാണ് ഇന്ത്യ മൊത്തത്തിൽ ഉണ്ടായത്. പാലക്കാട് ഒരു ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടുമൊക്കെ അല്ലെങ്കിലും പാലക്കാട് ബി ജെ പി ആയിരുന്നില്ല വിജയിച്ചത്. പക്ഷേ ചേലക്കരയിലടക്കം 10,000 വോട്ട് വർദ്ധിച്ച സമയത്ത് പാലക്കാട് 10,000-ൽ പരം വോട്ട് താഴെപ്പോയി. അത് ഗ്രൂപ്പ് പോലും പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ബി ജെ പിക്ക് അത്യുജ്വല വിജയം തന്നെയാണ് ഉള്ളത്. അത് ഈ മാധ്യമങ്ങളൊക്കെ മറച്ചു വെക്കുകയാണ് എന്നത് കൂടിയാണ്. മാധ്യമങ്ങൾ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. പാലക്കാട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെ തീർച്ചയായും.